നമസ്കാരം. യുവാക്കളിലെ പെട്ടെന്നുള്ള മരണങ്ങൾക്ക് കോവിഡ് വാക്സിനുമായി ബന്ധമില്ലെന്ന് പഠന റിപ്പോർട്ട്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചും എയിംസും നടത്തിയ വിശദമായ പഠനത്തിലാണ് ഈ കണ്ടെത്തൽ. ജീവിതശൈലിയും രോഗാവസ്ഥയുമാകാം മരണകാരണമെന്നാണ് വിലയിരുത്തൽ. കോവിഡ് വാക്സിൻ തീർത്തും സുരക്ഷിതമെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കോവിഡ് കാലത്തിന് വാക്സിൻ സ്വീകരിച്ചതിനു ശേഷം ആരോഗ്യവാന്മാരായ യുവാക്കൾ ഹൃദയാഘാതം മൂലം പെട്ടെന്ന് മരിക്കുന്നത് ഏറുന്നു എന്ന ആരോപണങ്ങൾ ശക്തമായതോടെയാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചും എയിംസും വിശദമായ പഠനം നടത്തിയത്. ഈ പഠന റിപ്പോർട്ട് പുറത്തുവിട്ടാണ് കേന്ദ്ര സർക്കാർ ആരോപണങ്ങൾ തള്ളിയത്. യുവാക്കളിൽ വിശദീകരിക്കാനാകാത്ത പെട്ടെന്നുണ്ടാകുന്ന മരണത്തിന് കോവിഡ് വാക്സിനുകൾ കാരണമാകുന്നില്ലെന്നാണ് കണ്ടെത്തൽ. കോവിഡ് വാക്സിനുകളും ഹൃദയാഘാതവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. 2021 ഒക്ടോബറിനും 2023 മാർച്ചിനും ഇടയിൽ മരിച്ച 18 മുതൽ 45 വരെ പ്രായപരിധിയിൽ വരുന്ന ആരോഗ്യവാന്മാർ എന്ന് തോന്നിയവരിലാണ് പഠനം നടത്തിയത്. 19 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 47 ആശുപത്രികളിലാണ് പഠനം നടത്തിയത്. ജീവിതശൈലിയും രോഗാവസ്ഥയുമാകാം മരണങ്ങൾക്ക് പിന്നിലെ പ്രധാന ഘടകങ്ങളെന്നാണ് വിലയിരുത്തൽ. ഇക്കാര്യത്തിൽ കൂടുതൽ പഠനങ്ങൾ നടത്തിവരികയാണ്. 2020 മുതൽ ഹൃദയാഘാതം മൂലം നിരവധി യുവാക്കൾ മരിച്ചതായും വാർത്തകളുണ്ടായിരുന്നു. തുടർന്നാണ് ഇതിന് കോവിഡ് വാക്സിനുമായി ബന്ധമുണ്ടെന്ന രീതിയിൽ പ്രചാരണം നടന്നത്. അതിനിടെ കർണാടകയിലെ ഹാസൻ ജില്ലയിൽ കഴിഞ്ഞ 40 ദിവസത്തിനുള്ളിൽ 21 പേർ ഹൃദയാഘാതം മൂലം മരിച്ച സംഭവത്തിൽ സംസ്ഥാന സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. ഹാസനിലെ ഹൃദയാഘാത മരണങ്ങൾക്ക് പിന്നിൽ കോവിഡ് വാക്സിനുമായി ബന്ധമുണ്ടെന്ന ആരോപണം തള്ളിക്കളയാനാകില്ലെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ആഗോളതലത്തിൽ നടത്തിയ പഠനങ്ങളിൽ കോവിഡ് വാക്സിനും ഹൃദയ സംബന്ധമായ പഠനങ്ങളും തമ്മിൽ ബന്ധമുണ്ടെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതിവേഗത്തിൽ കോവിഡ് വാക്സിന് അനുമതി നൽകി വിതരണം ചെയ്തത് ചിലപ്പോൾ മരണങ്ങൾക്ക് കാരണമായിട്ടുണ്ടാകാമെന്നും മുഖ്യമന്ത്രി എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു. വാക്സിനേഷന് ശേഷമുള്ള ഫലങ്ങളും സംസ്ഥാന വ്യാപകമായി ചെറുപ്പക്കാർ മരിക്കുന്നതിനെക്കുറിച്ച് പഠിക്കാൻ ഫെബ്രുവരിയിൽ വിദഗ്ധ സമിതിയോട് ആവശ്യപ്പെട്ടിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.